വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. വചന വിചിന്തനം. സുവിശേഷത്തിലൂടെ ഒരു ക്രിസ്തു ശിഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന പീഡകളെയാണ് വ്യക്തമാക്കുന്നത്. സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് പോയവരല്ല ക്രിസ്തുവിൻ്റെ സ്നേഹിതർ. എന്നാൽ ക്രിസ്തുവിനെ നേടുവാനായി ലോകത്തിൻ്റെ ഒഴുക്കിനെ കീറുമുറിച്ചുകൊണ്ട് ലോകത്താൽ ദേഷിക്കപ്പെട്ടവർ, എന്തിനേറെ സ്വന്തം കുടുംബങ്ങളിൽ നിന്നുപോലും പീഡകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണവർ. എങ്കിലും ഏതൊരു പരിഭവമോ വിദ്വേഷമോ അവരിലുണ്ടായില്ല. എല്ലാം യേശുവിനെ ആഴമായി സ്നേഹിക്കുവാനുള്ള വഴികളായി മാത്രം കരുതി. ഇവരെ ദൈവവും കൈവിട്ടില്ല. സുവിശേഷത്തിൻ്റെ അവസാന വാചകത്തിലൂടെ അതും വ്യക്തമാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഈ യാത്ര സ്വർഗം ലക്ഷ്യമാക്കിയുള്ളതാണ്. മുള്ളുകുത്തുമ്പോൾ വേദനിക്കും, എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അത് ഇളകിപ്പോകുമ്പോഴുള്ള സുഖം പ്രത്യേകത നിറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മുള്ളുകളെ ചവിട്ടി സ്വർഗമെന്ന സൗഭാഗ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.